ഹലോ ഗൈസ്, നമ്മളിന്നൊരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ അല്ല കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റിച്ചിങ് വ്ളോഗാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ ചായക്കുടിയും കഴിഞ്ഞ് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിരിക്കുക കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നമ്മളൊരു കുഞ്ഞ് ഔട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വെൽവെറ്റ് ഡ്രസ്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ അതിൻ്റെ ഫുൾ കട്ടിങ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കസ്റ്റമർ റെഫറൻസ് സെൻഡ് ചെയ്ത പോലെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തേക്കുന്നത്. വൈകിട്ടായപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയിട്ടോ. ഒരു ഫോട്ടോ എടുക്കാൻ എത്തിയതും അതേവരെ ചിരിച്ചുകൊണ്ടിരുന്ന ആളുടെ ഭാവം പെട്ടെന്ന് മാറി. പിള്ളേരെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ അവരുടെ നല്ല ക്യൂട്ട് പിക്ചേഴ്സ് എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ദ്വീപിലെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. നമ്മൾ വൈകുന്നേരം കൂടുതലും ഇവിടെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്യാറുള്ളത്. അവിടെ ഇരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് പിള്ളേർ കുറേ കളിച്ച് ഒരു നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് നമ്മളവിടെ നിന്ന് എപ്പോഴും മടങ്ങാറുള്ളത്. രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് എനിക്ക് 2 ഡ്രസ്സ് നാളെ രാവിലെ കൊടുക്കാനുള്ളത് ഓർമ്മ വന്നത്. നമ്മളത് 2 ട്വിൻസിൻ്റെ ആയതുകൊണ്ട് കട്ടിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ കുറേ ഗസ്റ്റൊക്കെ വന്ന് പിന്നെ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എനിക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ പറ്റിയത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ ഈ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെക്കൗട്ട് ചെയ്താൽ മതി. 2ഉം പ്ലെയിൻ ആയതുകൊണ്ട് അതിലെന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സിമ്പിൾ എലഗൻറ്റ് ഒരു വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിതാ ഒരു ലേസ് ഫാബ്രിക്കിൽ നിന്ന് അതിൻ്റെ പാച്ച് വർക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ലേസ് ഫാബ്രിക്കായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സോൾഡറിങ് ആൻഡ് കാണാനില്ല. പിന്നെ ഞാൻ കത്രിക വെച്ച് ഓരോ ഫ്ലവറും കട്ട് ചെയ്ത് അങ്ങനെ നല്ല കുറേ സമയം അങ്ങനെ പോയി. എല്ലാ വർക്കും കഴിഞ്ഞ് അത് ഫുള്ളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു രാത്രി ഒരു 3 മണി വരെ. പിന്നെ കട്ട് ചെയ്ത് വെച്ച പാച്ചസ് എങ്ങനെ വെച്ചാലാണ് അതിൽ ഭംഗി ഉണ്ടാകുമെന്ന് നോക്കി കുറേ സമയം പോയി. പിൻട്രസ്റ്റാണ് ഗൈസ് നമ്മൾ രക്ഷിച്ചത്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊരു റെഫറൻസ് എടുത്ത് 2ലും ഒരേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് അതിൽ ഫിക്സാക്കി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ അവരത് വാങ്ങിക്കാൻ വന്നു. ഇപ്പോൾ 2ൻ്റെയും ഫൈനൽ ലുക്ക് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും മോഡൽസിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് അപ്ലോഡ് ആക്കുന്നതായിരിക്കും.